എപ്പിസോഡ് തുടങ്ങുമ്പോൾ യാങ്ങിനെ എന്ത് ചെയ്യണമെന്ന് വിളിച്ചു ചോദിക്കുന്ന ദോക്കിയോട് ഇത് നമ്മളായിട്ട് കൈകാര്യം ചെയ്ത പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും, അതുകൊണ്ട് യാങ്ങിനെ പോലീസിന് വിട്ടുകൊടുക്കാന്ന് പറഞ്ഞത് സഞ്ജുളാണ്. അതുകൊണ്ടാണ് അവനെ കെട്ടിയിട്ട് ഇവർ തിരിച്ചു വന്നത്. എന്ന സർവ്വത നശിപ്പിക്കാൻ വെച്ച ബോംബിലേക്ക് അവനെടുത്ത് ചാടുമെന്ന് ഇവർക്കറിയില്ലായിരുന്നു. ഇതേസമയം ദോച്ചുളിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്നതിന്റെ ഇടയിലാണ് സഞ്ജുളിനെ കുത്തിയേക്കുന്നത്. എന്നാൽ വീണ്ടും കുത്തി കൊല്ലാൻ നോക്കുമ്പോഴേക്കും സംമിയുടെ കൂടെ വന്ന അസിസ്റ്റന്റ് അയാളെ കൈകാര്യം ചെയ്യും. ശേഷം സംമി ഇടപെട്ട് സഞ്ജുളിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുവാണ്. കാര്യം അറിഞ്ഞ് ദോക്കിയും ടീം ഓടിയെത്തുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നോ ആരാണ് ഇതിന് പിറകിലെന്നോ ഇവർക്കറിയാം. ഇവിടെ കത്തിച്ചാരമായ സർവ്വതും പരിസരവും എവിഡൻസിന് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസുകാർ. കുറച്ച് എവിഡൻസ് എല്ലാം അവർക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. തങ്ങൾക്ക് കിട്ടിയ എവിഡൻസ് സെർച്ച് ചെയ്യുന്ന ജിന്ന് ആ കാര്യം കാണുവാണ്. എവിഡൻസിന്റെ കൂട്ടത്തിൽ യു ഡാറ്റയിൽ വർക്ക് ചെയ്തിരുന്ന ദോക്കിയുടെ നെയിം ടാഗ്. ഒരിക്കൽ സഞ്ജുൾ ദോക്കിയെ പരിചയപ്പെടുത്തിയ ഓർമ്മ ജിന്നിനുണ്ട്. അതിനകത്തു നിന്ന് ലഭിച്ചിട്ടുള്ള കത്തിച്ചാരമായ ഡെഡ് ബോഡി ആരുടേതാണെന്ന് ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഇവിടെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട് തന്നെ സഞ്ജുളിന് കാര്യമായ പ്രശ്നമൊന്നുമില്ല. എന്നാൽ സഞ്ജുളിന്റെ അവസ്ഥ കണ്ട് ദോക്കി ഇപ്പോൾ നേരെ സംമിയുടെ അടുത്തേക്ക് വരും. അവളുടെ ഗാർഡ്സിനെ എല്ലാം തല്ലിച്ചതച്ച് ദോച്ചുളിന്റെ സെല്ലിലേക്കാണ് അവൻ ആദ്യം എത്തുന്നത്. എന്നാൽ ദോച്ചുൾ അവിടെ ഉണ്ടായിരുന്നില്ല. തന്റെ സ്ഥലത്തേക്ക് വരുന്ന സംമി കാണുന്നത് തന്റെ ഗാർഡ്സിനെ എല്ലാം ആരോ അടിച്ചിട്ടിരിക്കുന്നതാണ്. അകത്ത് ചെന്ന് നോക്കുമ്പോൾ അവളുടെ ചെയറിലായിട്ട് ദോക്കിയിരിക്കുന്നു. ഇവനോട് ഇവൾക്കൊരു താല്പര്യമുള്ളത് കൊണ്ടായിരിക്കണം വളരെ കാമായിട്ടാണ് അവൾ സംസാരിക്കുന്നത്. സഞ്ജുലിനെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് അവൻ താങ്ക്സ് പറയും. ശേഷം ഇതാരാണ് സഞ്ജുലിനോട് ചെയ്തത് എന്ന് ചോദിക്കുവാണ്. അത് നീ അയാളോട് തന്നെ ചോദിക്കണം. എന്തായാലും അയാളോട് വൈരാഗ്യമുള്ളത് ഒന്നോ രണ്ടോ പേർക്കല്ലല്ലോ. എന്നിപ്പോ ദോക്കി ചോദിക്കും, അത് ദോഷുളാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്രിമിനലാണോ? ഞാനിപ്പോൾ അത് പറഞ്ഞാലും നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെ നോക്ക്, നിന്നോട് എനിക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് പറഞ്ഞ് അത് നീ മുതലെടുക്കാൻ നോക്കരുത്. ഇനി ഒരിക്കൽ കൂടെ എങ്ങനെ നീ പ്രവർത്തിച്ചാൽ അത് ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. എന്നാൽ അവളെ വകവയ്ക്കാതെ ദോച്ചുൾ എവിടെയെന്ന് അന്വേഷിക്കുവാണ് ദോക്കി. ഈ സമയമാണ് സഞ്ജുളിന്റെ കോൾ അവന്റെ ഫോണിലേക്ക് വരുന്നത്. അവനിപ്പോ നേരെ ഹോസ്പിറ്റലിലേക്ക് വരും. പ്രശ്നമൊന്നും ആക്കണ്ട, ഇതിനെക്കുറിച്ച് ഞാൻ വേറെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, എന്തായാലും ഞാൻ മരിച്ചൊന്നുമില്ലല്ലോ എന്ന് പറയുന്ന സഞ്ജുളിനോട് ഇത് ചെയ്തത് ദോച്ചുളല്ലേ? എന്നോട് ഇതുവരെ ടാക്സി കമ്പനിയുടെ റിവഞ്ചിന്റെ കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അതിനുശേഷമുള്ള പ്രക്രിയ ഒന്നും തന്നെ എനിക്കറിയില്ല. നിങ്ങൾ അതിനു വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ദോക്കിയോട് നമ്മുടെ ഏത് തരത്തിലുള്ള തീരുമാനത്തിനും എന്തെങ്കിലും ഒന്ന് നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. എന്റെ കാര്യത്തിലും അങ്ങനെ ഒന്നാണ് സംഭവിച്ചതെന്ന് വിചാരിച്ചാൽ മതി. എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട്. എനിക്ക് പറ്റാത്തത് കൊണ്ട് ഒരു വീക്ക് നീ ഇത് കൈകാര്യം ചെയ്യണമെന്നും പറഞ്ഞ് ഇയാളെ ദോക്കിക്ക് എന്തോ ഒരു ഡോക്യുമെന്റ്സ് എടുത്ത് കൊടുക്കുന്നത് കാണാം. ഈ സമയമാണ് ഹോസ്പിറ്റലിലേക്ക് സഞ്ജുളിനെ കാണാനായിട്ട് ജിന്ന് വരുന്നത്. ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ ജിന്ന് സഞ്ജുളിനോട് ദോക്കിയെ കുറിച്ച് ചോദിക്കും. എവിഡൻസ് ആയി കിട്ടിയ ദോക്കിയുടെ ID കാർഡ് എടുത്ത് കാണിച്ച് അവൻ എന്ന് തൊട്ടാ നിങ്ങളുടെ ടാക്സി കമ്പനിയിൽ നിന്ന് പോയി ഈ യു ഡാറ്റയിൽ ജോയിൻ ചെയ്തെന്ന് ചോദിക്കും. ഇത് കേൾക്കുന്ന സഞ്ജുള പെട്ടെന്ന് അവൻ കുറച്ചു നാൾ മുന്നേ ജോലി ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു, എന്നാൽ ഈയിടെ വീണ്ടും തിരിച്ചു വന്നു എന്ന് കള്ളം പറയും. എന്നാലും ജിന്നിനത് പൂർണ്ണമായിട്ടൊരു വിശ്വാസം വരാത്ത പോലെയുണ്ട്. ഈ ജിന്നുമായിട്ട് സഞ്ജുളിന് ഒരുപാട് കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പാണ്. നമ്മൾ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ല. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നും മടിക്കാതെ നീ അത് എന്നോട് തുറന്നു പറയണമെന്ന് ജിന്നു പറയും. കട്ടാകുമ്പോൾ നമ്മുടെ എഞ്ചിനീയർ ചോയ്ക്ക് ഒരു കോൾ വരികയാണ്. പ്രോസിക്യൂട്ടേഴ്സ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവനെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവർ ചോയോട് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ട് യൂസ് ചെയ്ത് ഒരുപാട് ഫ്രോഡ് ടീംസ് പല തട്ടിപ്പും നടത്തുന്നുണ്ട്. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നമ്പറിലേക്ക് ഇത്രയും തുക അയച്ചാൽ മതി എന്നാണ്. ഇത് കേൾക്കുന്ന ചോയാണെങ്കിൽ വിശ്വസിച്ച് ആ പൈസ അപ്പോൾ തന്നെ അയച്ചു കൊടുക്കും. എന്നാൽ ആ കോൾ ചെയ്തത് ഒരു സ്കാമർ ആയിരുന്നു. അത് മനസ്സിലാക്കാതെ തന്റെ അക്കൗണ്ട് രക്ഷിച്ച സന്തോഷത്തിലാണ് ചോയ്. ഇവിടെ ഹോസ്പിറ്റലിൽ സഞ്ജുളിനെ കാണാനായിട്ട് സംമി വരുന്നുണ്ട്. അവളോട് അവൻ ദോച്ചുളിനെ കുറിച്ച് അന്വേഷിക്കും. ഇവിടെ അസിസ്റ്റന്റിന്റെ കിക്കില് ബോധം പോയ അവൻ ഹോസ്പിറ്റലിലാണുള്ളതെന്ന് സംമി പറയുമ്പോൾ അവനെ ഒന്നും ചെയ്യരുതെന്ന് സഞ്ജുള് പ്രത്യേകം പറഞ്ഞേൽപ്പിക്കുന്നത് കാണാം. കെട്ടാകുമ്പോൾ യുഡാറ്റയ്ക്കെതിരെയുള്ള കേസിനെ സംബന്ധിച്ച പ്രസ് മീറ്റിംഗിലാണ് ഹന. ഇത്രയും വലിയൊരു കേസ് സോൾവ് ആക്കിയതിൽ ഹനയുടെ പങ്കിനെ കുറിച്ച് റിപ്പോർട്ടേഴ്സ് എടുത്തു പറയുമ്പോൾ അതിന്റെ ഒരു ക്രെഡിറ്റും ഏറ്റെടുക്കാൻ ഹന തയ്യാറല്ലായിരുന്നു. കാരണം യാങ്ങിനെയോ കൂടെ പ്രവർത്തിച്ചവരെയോ ഇവർക്ക് കിട്ടിയിട്ടില്ല. ആ മരിച്ച ആള് യാങ് ആണോ എന്ന് ഇതുവരെ ഉറപ്പുമായിട്ടില്ല. നിരന്തരമായിട്ട് ഇവൾ അന്വേഷിക്കുന്ന കേസിൽ ആളുകൾ മിസ്സിംഗ് ആവുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകാതിരിക്കുവാണ് അവള്. ഇപ്പൊ ഈ സമയം ഇവളെ കാണാൻ വേണ്ടി വന്ന ജിന്ന് അയാൾക്ക് കിട്ടിയ ദോക്കിയുടെ ID കാർഡ് കാണിച്ചു കൊടുത്ത് ഇത് തനിക്ക് ക്രൈം സീനിൽ നിന്ന് കിട്ടിയതാണെന്നും നിനക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ടീമിനെ വേണമെങ്കിൽ ഞാൻ അത് ഏർപ്പാടാക്കി തരാമെന്നും പറയും. ഓൾറെഡി ദോക്കിയിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഹനയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സംഭവ സ്ഥലത്തു നിന്ന് കിട്ടിയ ദോക്കിയുടെ ID കാർഡ് കാണുമ്പോൾ അതൊന്നുകൂടെ കൂടും. ഇവിടെ ദോക്കിയാണെങ്കിൽ ഈ ലക്കം ഇറങ്ങി ഒരു സ്റ്റോറി ബുക്ക് വാങ്ങി അതൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ ആ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങി വന്ന് ആ പുസ്തകം എടുക്കും. അത് കാണുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവാണ്. അത് അവളുടെ ഫേവറേറ്റ് സ്റ്റോറി ബുക്കാണ്. അവള് മുത്തശ്ശിയുടെ കൂടെയാണ് കഴിയുന്നത്. ഈ സ്റ്റോറി ബുക്ക് ആരാണ് ഇവിടെ കൊണ്ടുവച്ചതെന്ന് രണ്ടുപേർക്ക് മനസ്സിലാവില്ല. ദോക്കി ഇത് ചെയ്യാൻ കാരണം സഞ്ജുൾ ഇവന് കൊടുത്ത പേപ്പേഴ്സിൽ ഉണ്ടായിരുന്നത് ഇതൊക്കെയാണ്. ഇവരെല്ലാവരും തന്നെ ഓരോ കേസിലെ വിക്ടിംസ് ആണ്. അവർക്കൊരു സന്തോഷമാകാൻ ഇതുപോലുള്ള കാര്യങ്ങൾ ബ്ലൂ ബേർഡ് അസോസിയേഷൻ വഴി സഞ്ജുൾ ചെയ്യാറുണ്ട്. രാത്രി വീട്ടിലോട്ട് വരുന്ന ദോക്കിയെ കാത്ത് ഹന എവിടെ ഉണ്ടായിരുന്നു. നീ ന്യൂസ് കണ്ടിരിക്കുമല്ലോ. യു ഡാറ്റയുടെ ചെയർമാൻ യാങ് ചെയ്ത പ്രവൃത്തികളെല്ലാം നീ കണ്ടില്ലേ? അവിടെ വർക്ക് ചെയ്തവരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തു. നീയും അവിടെ വർക്ക് ചെയ്തതല്ലേ? നീ എന്നെ അറസ്റ്റ് ചെയ്യാനാണോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുന്ന ദോക്കിയോട് നീ എന്നോട് സഹകരിച്ച് ഞാൻ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്ക് ഉത്തരം പറയുകയാണെങ്കിൽ നമുക്ക് ഈ അറസ്റ്റ് അങ്ങ് ഒഴിവാക്കാന്ന് പറയും. അങ്ങനെ ഇവൻ ഇവളെയും കൊണ്ട് വീടിനകത്തേക്ക് വരും. അവളാണെങ്കിൽ വീടൊക്കെ ചുറ്റി നടന്ന് കണ്ടുകൊണ്ടിരിക്കുവാണ്. അവിടെ ടേബിളിലിരിക്കുന്ന കാറിന്റെ കീ അടക്കം എല്ലാ കാര്യങ്ങളും അവളെ നോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹനയാണെങ്കിൽ ഇവന്റെ ID കാർഡ് എടുത്ത് കാണിച്ചു കൊടുത്ത് ഇത് നിനക്ക് എവിടെ വെച്ചാ നഷ്ടപ്പെട്ടേന്ന് ഓർമ്മയുണ്ടോന്ന് ചോദിക്കും. ഇല്ലാന്ന് പറയുന്ന ഇവനോട്
നിന്റെ ചെയർമാൻ യാങ്ങിന്റെ വെക്കേഷൻ ഹോമിൽ നിന്നാണ് ഇത് കിട്ടിയതെന്ന കാര്യം ഇവൾ പറയും. അപ്പോഴാണ് ദോക്കിക്ക് ആ പ്രശ്നം ഉണ്ടായ സമയത്ത് ഇനി തൊട്ട് നീ എന്റെ എംപ്ലോയി അല്ലാന്നും പറഞ്ഞ് യാങ് ഇവന്റെ ID കാർഡ് വാങ്ങി വെച്ച കാര്യം ഓർമ്മ വരുന്നത്. ഇതെന്റെ കയ്യിൽ നിന്ന് പോയതല്ല, ജോലി വേണ്ടാന്ന് വെച്ചപ്പോ ഞാൻ ഇത് വലിച്ചെറിഞ്ഞതാ. നീ ഇത് വലിച്ചെറിയാൻ വേണ്ടി അത്രയും ദൂരം പോയോന്ന് ഇവള് ചോദിക്കുമ്പോൾ വേസ്റ്റ് സാധനങ്ങൾ എവിടേക്കാണ് നമ്മൾ വലിച്ചെറിയുന്നതെന്ന് ഓർത്ത് വെക്കാറുണ്ടോ എന്നാണ് ദോക്കി ചോദിക്കുന്നത്. ചോദിച്ചു കഴിഞ്ഞെങ്കിൽ നിനക്ക് പോകാന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഹന അവിടെ നിന്ന് ഇറങ്ങുവാണ്. എന്നാൽ പോകുന്നതിന് മുമ്പ് നിനക്ക് ഈ ടാക്സി അല്ലാതെ സ്വന്തമായിട്ട് കാർ ഉണ്ടോ എന്ന് ചോദിക്കും. അവൻ ഇല്ലാന്ന് പറയും. ദോക്കിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഇവള് അസിസ്റ്റന്റിനെ വിളിച്ച് ദോക്കിയുടെ കോൾ റെക്കോർഡിംഗ്സ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറയും. കട്ടാകുമ്പോൾ പാക്ജിന്റെയും ഗോയിന്റെയും അടുത്ത് നിന്ന് താൻ ഒരു സ്കാമിൽ അകപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന ചോയ് ആണെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. എന്നാൽ ഇതേ സ്കാമിൽ അകപ്പെട്ട ഒരുപാട് പേര് അവിടെ കേസ് കൊടുക്കാൻ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. പേരക്കുട്ടിക്ക് ട്യൂഷൻ ഫീസ് അടയ്ക്കാൻ വേണ്ടി സ്വരുക്കൂട്ടി വെച്ച തുക പോയ സങ്കടത്തിലുള്ള ഒരു മുത്തശ്ശി, സ്കാമിൽ അകപ്പെട്ട് ഉള്ള പൈസ കൊണ്ടുപോയി കളഞ്ഞു എന്നും പറഞ്ഞ് ഭാര്യയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഹസ്ബൻഡ്. ഇവരുടെ എല്ലാവരുടെയും കൂടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഇതിൽ താൻ ഒറ്റയ്ക്കല്ല എന്ന് ചോയ്ക്ക് മനസ്സിലാകും. പോലീസ് ഓഫീസർ ഇവന്റെ പേരും അഡ്രസ്സും എഴുതി വെക്കാൻ വേണ്ടി പറയുമ്പോൾ ഇതേ സ്കാമിൽ അകപ്പെട്ട ഒരുപാട് പേരുടെ പേര് ആ ഒരു ലിസ്റ്റിലുണ്ട്. അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴി ഈ പേരക്കുട്ടിയുടെ പൈസ നഷ്ടപ്പെട്ട ആ മുത്തശ്ശി ഇവര് കാണും. ഈ വേസ്റ്റ് സാധനങ്ങളൊക്കെ പെറുക്കി കൂട്ടി വിറ്റ് ഉണ്ടാക്കി വെച്ച പൈസയാണ് മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് സ്കാമേഴ്സ് മോഷ്ടിച്ചുകൊണ്ട് പോയേക്കുന്നത്. എതിരെ വരുന്ന ഒരു വണ്ടി പോലും ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്യുന്ന മുത്തശ്ശിയെ കറക്റ്റ് സമയത്ത് പോയിട്ട് ചോയ് രക്ഷിക്കും. എന്നാൽ തനിക്ക് ഇനിയും ജീവിക്കണ്ടായെന്നും തന്റെ പൈസ എങ്ങനെയെങ്കിലും തനിക്ക് തിരിച്ചു കിട്ടണമെന്നുമാണ് ആ മുത്തശ്ശി കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചോയ് ഈ ഒരു പ്രശ്നം കൊണ്ടുവന്നിപ്പോൾ ടാക്സി കമ്പനിയുടെ മുന്നിൽ അവതരിപ്പിക്കും. എന്നാൽ ഇവർ അങ്ങനെ വന്ന് പറഞ്ഞ സമ്മതിക്കില്ല എന്നറിയുന്ന ചോയ് ആണെങ്കിൽ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്കാമിൽ അകപ്പെട്ട ആളുകളുടെ ഫോൺ നമ്പർ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും ടാക്സി കമ്പനിയുടെ നോട്ടീസ് അയച്ചു കൊടുത്ത് പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ ഇതിലേക്ക് വിളിക്കാൻ പറഞ്ഞ് മെയിൽ അയക്കും. ഇതിന്റെ പേരിൽ ഏതാണ്ട് ഒരു 30ഓളം കോൾസ് ആണ് ഇന്ന് ടാക്സി കമ്പനിയിലോട്ട് വന്നിട്ടുള്ളത്. എന്നാൽ ഇതിൽ വലിയ ഇൻട്രസ്റ്റ് കാണിക്കാത്ത ഗോയൻ ആണെങ്കിൽ ഇത് പോയി സംജുളിനോട് പറയാനായിട്ട് പറയും. അങ്ങനെ ചോയ് ഇപ്പൊ സംജുളിന്റെ അടുത്ത് ചെന്ന് ഓരോ വർഷത്തിലും സ്കാം ചെയ്യപ്പെട്ട ആളുകളുടെ കണക്ക് സഹിതം കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കും. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് എല്ലാവരും നിൽക്കുമ്പോൾ ഈ കേസ് ഏറ്റെടുക്കാനായിട്ട് സംജുൾ ഓക്കെ പറയും. ഇങ്ങനെ ഒരു കേസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മറ്റുള്ള കേസുകളിലെല്ലാം വിക്ടിംസിനെ എല്ലാവരും ആശ്വസിപ്പിക്കും. എന്നിങ്ങനെ ഒരു സ്കാമിൽ അകപ്പെട്ട വിക്ടിംസിന് എല്ലാവരും കുറ്റം പറയും, അത് അവരുടെ തെറ്റാണെന്നും പറഞ്ഞ്. പക്ഷേ സത്യത്തിൽ അവരുടെ തെറ്റെന്താണ്? ചിലപ്പോൾ അങ്ങനെയാണ്. ചില കാര്യങ്ങൾ നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കും. ഇതുപോലുള്ള ഒരുപാട് കേസ് നിരന്തരമായിട്ട് നമ്മുടെ പരിസരത്ത് നടക്കുന്നുണ്ട്. വളരെ തുച്ഛം പേർക്ക് മാത്രമേ അതിന്റെ പൈസ തിരിച്ചു കിട്ടാറുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ കേസ് ഏറ്റെടുക്കാമെന്ന് സംജുൾ പറയും. സംജുൾ പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ട മറ്റുള്ളവരും ഈ ഒരു കേസ് ഏറ്റെടുക്കാൻ സമ്മതിക്കും. കട്ടാകുമ്പോൾ ഇവിടെ ഹനയ്ക്ക് ദോക്കിയുടെ കോൾ ലോഗ്സിന്റെ ഹിസ്റ്ററി ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ ചില സ്ഥലങ്ങൾ ബ്ലാങ്ക് ആണ്. അതിന്റെ കാര്യം അസിസ്റ്റന്റിനോട് ചോദിക്കുമ്പോൾ അത് സിഗ്നൽ ലഭിക്കാത്തതാണ്. ഒന്നില്ലെങ്കിൽ ആ സമയം ദോക്കി ഏതെങ്കിലും ടവർ ഇല്ലാത്ത ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ അവൻ ഫോൺ ഓഫ് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. ഏതായാലും ഇതുപോലുള്ള കുറച്ചധികം ബ്ലാങ്ക്സ് ആ ഒരു ലിസ്റ്റിലുണ്ട്. ഇവിടെ ടാക്സി കമ്പനി ആണെങ്കിൽ അവരുടെ പുതിയ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി ആദ്യമേ ഇവർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു സ്കാമിൽ കൊണ്ടുപോയി അറിഞ്ഞുകൊണ്ട് തല വെച്ചു കൊടുക്കും. സ്കാമർ ആണെങ്കിൽ ഓരോ കള്ളങ്ങളൊക്കെ പറഞ്ഞ് പൈസ ചോദിക്കും. എന്നിട്ട് അത് ആരും കാണാണ്ട് ഒരു ലോക്കർ പറഞ്ഞു കൊടുത്ത് അവിടെ കൊണ്ടുപോയി വെക്കാൻ പറയും. അത് കൊണ്ടുപോയി ഗോയൻ വയ്ക്കുകയും ചെയ്യും. കുറെ കഴിയുമ്പോൾ ഒരാൾ വന്ന് ആ പൈസ എടുത്തുകൊണ്ടു അയാളെ പിന്തുടർന്ന് ദോക്കി ചെല്ലും. ഇയാള് വഴിയിൽ വെച്ച ആ പൈസ വേറൊരാൾക്ക് കൈമാറും. അങ്ങനെ അവനെയും പിന്തുടരുന്ന ദോക്കി അവനെ അങ്ങ് പൊക്കുവാണ്. എന്നിട്ട് ഇവനെ കൊണ്ട് സ്കാമിന്റെ മൊത്തം ലീഡർ തന്നെ കോൾ ചെയ്യിപ്പിക്കും. അതൊരു സ്ത്രീയാണ്, മാഡം ലിം എന്നാണ് പേര്. ഞാൻ ആ പൈസ സേഫ് ആയിട്ട് എടുത്തു വെച്ചതാണ്, ഇപ്പൊ കാണാനില്ല എന്ന് ദോക്കി പറഞ്ഞു ഏൽപ്പിച്ചതുപോലെ ഫോണിലൂടെ ഇവൻ പറയുമ്പോൾ ഇവൻ തങ്ങളുടെ പൈസയും കൊണ്ട് മുങ്ങിയതാണെന്ന് വിചാരിക്കുവാണ് ഈ മാഡം ലിം. ഇവനെ കൊണ്ട് ഇങ്ങനെ ഒരു കോള് ചെയ്യിക്കാൻ കാരണം ഇവർക്ക് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെ ഇപ്പൊ ലൊക്കേഷൻ കിട്ടി. അതൊരു ബീച്ച് സൈഡാണ്. ഇപ്രാവശ്യം എങ്ങനെ അത് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ദോക്കിയാണെങ്കിൽ ഇപ്പൊ നേരെ പാവം പാഗ്ജിനെ നോക്കുവാണ്. എന്നിട്ട് അവന്റെ അടുത്ത് പോയി മുന്നത്തെ പോലെ നിനക്ക് എന്നോട് എന്തെങ്കിലും ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ അത് അടിച്ചു തീർത്തോളാനായിട്ട് പറയും. പാവത്തിന് മനസ്സിലാകും ഇപ്രാവശ്യം തനിക്ക് എന്തോ ഒരു പണി വരാനുണ്ടെന്ന്. അങ്ങനെ ഇപ്പൊ ദോക്കി ഇവനെയും കൊണ്ടൊരു പാർലറിലോട്ട് പോയി അവിടെയുള്ള ലേഡിയോട് ഇവനെ കണ്ട ഏതാണ്ട് ഒരു 20 വയസ്സ് തോന്നിക്കാൻ പാടുള്ളൂ അത്തരത്തിലൊരു ഹെയർ സ്റ്റൈല് ചെയ്തു കൊടുക്കാൻ പറയും. എന്ത് പണിയാണ് തനിക്ക് വേണ്ടി ഇപ്രാവശ്യം ഉള്ളതെന്ന് അറിയാതെ പേടിച്ച് വിറച്ചാണ് പാഗ്ജിനിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ എനിക്കും ചെറുപ്പമാവണമെന്നും പറഞ്ഞ് ചോയി ഉരുപ്പുണ്ട്. അങ്ങനെ ഇവരിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാൽ ഈ സ്കാമേഴ്സിന്റെ ആളുകൾ വർക്കിന് ആളുകൾ ആവശ്യമുണ്ടെന്നും പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിലോട്ട് പാഗ്ജിനിന്റെ പേരിൽ അപ്ലൈ ചെയ്യും. ശേഷം ഇവനെ ഏതാണ്ട് ഒരു ടീനേജറുടെ ലുക്കിലാക്കി മാറ്റി ബാക്കിയുള്ള വർക്കേഴ്സിന്റെ കൂടെ കൊണ്ടുപോയിരുത്തും. പാവത്തിന് നല്ല പേടിയുണ്ട്. ഇപ്പൊ അങ്ങോട്ടേക്ക് ഈ സ്കാമേഴ്സ് അയച്ച വണ്ടി വന്ന് ഇവരെല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകും. എന്നാൽ പാഗ്ജിനെ കാണുമ്പോൾ അയാൾക്കാണെങ്കിൽ ഇവൻ 20 വയസ്സാണെന്ന് വിശ്വാസം വരുന്നില്ല. എനിക്ക് ശരിക്കും 20 വയസ്സേ ഉള്ളൂ. ഞാൻ 2002 ജനിച്ചത്. കുടുംബമായിട്ട് ഞങ്ങളെ കണ്ട കുറച്ച് പ്രായം തോന്നിക്കും. പാവം മോൻ പോയി സീറ്റിലിരുന്നോളാൻ പറഞ്ഞ് ഇവനെ വണ്ടി കയറ്റും.
അങ്ങനെ ഇപ്പൊ ഇവരൊരു റൂമിലേക്ക് കൊണ്ടുവന്ന് ആളുകളെ വിളിച്ച് എങ്ങനെ പറ്റിക്കാമെന്ന കാര്യത്തിൽ ചെറിയ ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവര് പറഞ്ഞതുപോലെ ജോലി ചെയ്യാത്തവരെ ഈ മാഡം ലിമ്മും ആളുകളും കൂടെ ഉപദ്രവിക്കുന്നുമുണ്ട്. ഈ മാഡം ലിമ്മിനെ കണ്ടാ തോന്നില്ലെങ്കിലും പുള്ളിക്കാരി ഒരു ചെറിയ സംഭവമാണ്. അങ്ങോട്ടേക്ക് വരുന്ന കുറെ ഗുണ്ടകളെ ഒറ്റയ്ക്ക് നിന്ന് അടിച്ച് ശരിയാക്കുന്നത് കാണാം. ഇവിടെ ഓഫീസിൽ ഹന അസിസ്റ്റന്റിനെ കൊണ്ട് ഇതുവരെ ഉണ്ടായ കേസുകളിൽ ആളുകൾ മിസ്സിംഗ് ആയ ഡേറ്റ് എല്ലാം ഒന്ന് നോട്ട് ചെയ്യിപ്പിക്കും. ശേഷം ദോക്കിയുടെ കോൾ ലിസ്റ്റിൽ ബ്ലാങ്ക് ആയിട്ട് വന്ന ഡേറ്റ്സും ഈ ഒരു ഡേറ്റ്സുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് മാച്ച് ആയി വരും. അതായത് ഇവരെല്ലാവരും മിസ്സിംഗ് ആയിട്ടിരിക്കുന്ന സമയം ദോക്കിയുടെ ഫോൺ ഓഫ് ആയിരുന്നു. കട്ടാകുമ്പോൾ ഒരു കൂട്ടം ആളുകൾ എന്തോ ഒരു ചീട്ടുകളിലാണ്. അതിനപ്പുറത്തെ ഡെസ്കിലായിട്ട് മാഡം ലിമ്മും കൂട്ടരും ഉണ്ട്. ഇപ്പം മാഡം ലിമ്മിന്റെ ഓപ്പോസിറ്റ് ഡെസ്കിൽ ഇരിക്കുന്നവനാണെങ്കിൽ കളിയിൽ എന്തോ കള്ളത്തരമൊക്കെ കാണിച്ച് പൈസയും കൊണ്ട് മുങ്ങാൻ നോക്കുമ്പോൾ അവന്റെ കൂടെ കളിച്ച ആളിവനെ കൈയോടെ പൊക്കുവാണ്. അതാരാണെന്ന് നോക്കിയാൽ ദോക്കിയാണ്. വലിയൊരു VIP ലുക്കിലാണ് ദോക്കി അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. നീ എന്താടാ എന്നോട് കളിക്കുവാണോ എന്ന് ചോദിച്ച് ദോക്കി അവനോട് ദേഷ്യപ്പെടുമ്പോൾ ഈ ഒരു ശബ്ദം കേട്ട് മാഡം ലിമ്മിന്റെ ആൾക്കാർ ഇവന്റെ അടുത്തേക്ക് വന്ന് വെറുതെ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുത്, ഇത് ഞങ്ങളുടെ ഏരിയ ആണെന്ന് പറയും. അതൊരു പ്രശ്നത്തിലേക്ക് കടക്കുമ്പോഴേക്കും മാഡം ലിമ്മു വന്ന് നമുക്ക് വേറെ കസ്റ്റമേഴ്സ് ഉണ്ട്, പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് അവരുടെ ആളുകളെ ശാന്തമാക്കും. ശരി, ഞാൻ നിങ്ങളോട് ബെറ്റ് വെക്കുന്നു, ഇവൻ കള്ളക്കളി കളിച്ചിട്ടില്ലെങ്കിൽ ഇത് മൊത്തം ഞാൻ നിങ്ങൾക്ക് തരാമെന്നും പറഞ്ഞ് അവന്റെ ബാഗ് തുറന്നിടുമ്പോൾ അതിൽ നിന്ന് കുറെ ഫോൺസ് നിലത്തേക്ക് വീഴുന്നുണ്ട്. ഈ അനോണിമസ് കോൾസ് ഒക്കെ ചെയ്യുന്ന ബോണർ ഫോൺസ് ആണത്. പക്ഷെ ഇവിടെ ഗെയിമിൽ അവ ശരിക്കും കള്ളക്കളി കളിക്കുക തന്നെയായിരുന്നു. അത് മാഡം ലിമ്മിന് മനസ്സിലാകും. അവരവനെ അപ്പോൾ തന്നെ അവിടെ നിന്നും പിരിച്ചുവിടും. കട്ടാകുമ്പോൾ ടാക്സി കമ്പനിയിലേക്ക് ദോക്കിയും കൂട്ടരെയും അന്വേഷിച്ച് വന്നിരിക്കുവാണ് ഹന. എന്നാൽ അവിടെ ടാക്സി ഓടിക്കുന്ന ഒരാൾ അവളോട് അവരെല്ലാവരും ഒരുമിച്ച് ലീവ് എടുത്തിരിക്കുവാണെന്നും എനിക്ക് തോന്നുന്നു അവർ വീണ്ടും ഒരുമിച്ച് വല്ല വെക്കേഷനും പോയിട്ടുണ്ടാകും എന്ന് തോന്നുന്നു എന്ന് പറയും. ഹനയാണെങ്കിൽ അവിടെ നോട്ടീസിലുള്ളവരുടെ ഫോൺ നമ്പർ എല്ലാം ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ചോയാണെങ്കിൽ നേരെ ഇപ്പൊ ഇവളുടെ മുന്നിൽ ചെന്നാണ് ചാടുന്നത്. ഇവള് ചോയോട് ചെന്ന് ദോക്കിയുടെ ഫോൺ ഓഫ് ആണല്ലോ, അവൻ എവിടെയെന്ന് ചോദിക്കും. അവൻ വെക്കേഷന് പോയിരിക്കുക. വെക്കേഷന് പോകുമ്പോൾ അവൻ സാധാരണ ഇങ്ങനെ ഫോൺ ഓഫ് ആക്കി വെക്കാറുണ്ട്. എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആവും. എന്നിട്ട് ഇവള് കാണാതെ ഒരു ടാക്സിയും വിളിച്ച് അവിടെ നിന്ന് പോവാണ്. എന്ന് ഇതെല്ലാം ഹന കാണുന്നുണ്ടായിരുന്നു. ഇവിടെ പാക്ജിനെ നോക്കുമ്പോൾ അവനാണെങ്കിൽ ഇപ്പൊ പണിയൊക്കെ പഠിച്ചു. വളരെ വേഗത്തിലാണ് അവൻ ഓരോരുത്തരെയും കോൾ ചെയ്ത് സ്കാം ചെയ്യുന്നത്. വർക്കേഴ്സ് എല്ലാം ഇവൻ കോൾ ചെയ്യുന്നത് കണ്ട് അതിശയിച്ച് നിൽക്കുവാണ്. എന്നാൽ ഇവൻ നിരന്തരമായിട്ട് കോൾ ചെയ്യുന്നത് ഗോയിനെയാണ്. അവളാണ് പല ആളുകളുടെ പേരിൽ ആ ഫോൺ തിരിച്ചു മറിച്ചു എടുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവന് കൊടുത്ത ഫോണിൽ മൊത്തം ഇവൻ കോൾ ചെയ്യും. ഈ ഫോണുകളെല്ലാം ഏതാണ്ട് 1-2 കോളിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത്രയും ഫോൺ ഉപയോഗിച്ച് പാക്ജിൻ ഉണ്ടാക്കിയിട്ടുള്ളത് മൊത്തം വളരെ ചെറിയ തുകയാണ്. ഇതറിയുന്ന മാഡം ലിം ആണെങ്കിൽ പാക്ജിൻ അസിസ്റ്റ് ചെയ്യുന്ന ആളുകളെ വിളിച്ച് ഒരുപാട് വഴക്കും അറിയും. വേറെ ഫോൺ കിട്ടാനില്ല എന്നും പറഞ്ഞു. പുതിയ ഫോണുകൾ വരുന്നത് ഇനി നെക്സ്റ്റ് വീക്കാണ്, അതുവരെ കാത്തിരിക്കണം. അപ്പോഴാണ് ഇവൾ അസിസ്റ്റന്റിൽ ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട ദോക്കിയുടെ കാര്യം ഓർമ്മിപ്പിക്കുന്നത്. അവനിപ്പോ താഴെ നമ്മുടെ റെസ്റ്റോറന്റിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നോട് പറയുമ്പോൾ മാഡം ലിമ്മും കൂട്ടരും കൂടെ താഴെയുള്ള ദോക്കിയുടെ അടുത്തേക്ക് വരും. ഇവൻ എക്സ്ട്രാ കുറച്ച് ഫുഡ് കൂടെ ഓർഡർ ചെയ്ത് കൊടുത്ത് നീ ആരാ, എവിടെ നിന്നാ വരുന്നേ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കും. ഇവനാണെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ആദ്യം ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു എന്നുള്ള രീതിയിലൊക്കെ പറയും. അതിനിടയ്ക്ക് തന്നെ ഇവൻ മാഡം ലിമിനോടും വളരെ ഫ്ലേർട്ടി ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. നിന്നെ കണ്ട ഒട്ടും പ്രായം തോന്നിക്കില്ല, കൂടിപ്പോയ ഒരു 20 വയസ്സ്. എന്തായാലും കണ്ടതിൽ സന്തോഷമുണ്ടെന്ന് പറയുമ്പോൾ നിന്റെ അടുത്തുള്ള ഫോൺസ് എല്ലാം എനിക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പറയുവാണ് മാഡം. എന്നിതെല്ലാം താൻ ഓൾറെഡി വിറ്റ് കഴിഞ്ഞു. ബിസിനസ്സിൽ താൻ ഒരിക്കലും കള്ളത്തരം ചെയ്യില്ല എന്നും പറഞ്ഞ് നിൽക്കുവാണ് നോക്കി. നമ്മൾ 2 കൂട്ടരും ഒരേ പാതയിലൂടെ മുന്നോട്ട് പോകുന്നവരല്ലേ, ജസ്റ്റ് അതൊക്കെയൊന്ന് എനിക്ക് വിറ്റൂടെ എന്നും പറഞ്ഞ് മാഡം ലിം നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ തള്ള പറയുന്നതെന്നും പറഞ്ഞ് ഈ മാഡം ലിമിന്റെ ആസ്ഥാന ശത്രുക്കളും കൂട്ടരും അങ്ങോട്ടേക്ക് വരും. ഇവർക്കാണ് ആ ഫോണുകളെല്ലാം ദോക്കി വിറ്റത്. ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കണമെന്നുണ്ട്, പക്ഷെ നിന്റെ മുഖം കാണും എന്റെ ഉള്ള വിശപ്പും കൂടെ പോവാണല്ലോ. ഇത് ഞാൻ ഇനി ഒരിക്കൽ കൂടെ പറയില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കും. പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് ഇയാൾ മാഡം ലിമിനെ അടിക്കാൻ വരുമ്പോൾ അത് തടഞ്ഞ് ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ നേരെ കൈ ഉയർത്താൻ പാടില്ല. ഞാൻ നിങ്ങളിൽ ഭയങ്കര ഡിസപ്പോയിന്റഡാ, നിങ്ങളുമായിട്ടുള്ള ഡീല് ഞാൻ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് മാഡം ലിമ്മിനോട് അവര് പറയുന്നതൊന്നും നീ മനസ്സിലേക്ക് എടുക്കാൻ നിൽക്കണ്ട, ഇനി ഇതെല്ലാം ഞാൻ നിനക്ക് വിൽക്കുവാണെന്ന് പറയും. കട്ടാകുമ്പോൾ സംഗമി ഇടപെട്ട് ദോഷുവിന്റെ കണ്ണെടുത്ത് ആ ചെയർമാന് വെച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ അവയവദാനത്തിലൂടെ ഇവർ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം വളരെ രഹസ്യമായിട്ട് വേണമെന്നും അവൾ പ്രത്യേകം അസിസ്റ്റന്റിനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. ഇവിടെ പാക്സിനാണെങ്കിൽ എല്ലാം കൂടെ കണ്ടു പേടിച്ച് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, നിങ്ങളെല്ലാം ഒന്ന് പെട്ടെന്ന് ശരിയാക്കാൻ പറഞ്ഞ് ഗോയിനെ വിളിച്ച് പറയുമ്പോൾ ഇത് മാഡം ലിമിന്റെ ഒരു അസിസ്റ്റന്റ് കൈയോടെ വെക്കും. സംഭവം മനസ്സിലാക്കുന്ന ഗോയനാണെങ്കിൽ വേഗം ദോക്കിയുടെ അടുത്തേക്ക് ചെന്ന് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം, പാക്സിൻ അവർ പിടിച്ചു എന്ന് പറയും. ഇവിടെ മാഡം ലിം ആണെങ്കിൽ പാക്സിൻ ഗോയനും മറ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരുന്ന ഇയർഫോൺസ് സഹിതം അവനെ കൈയോടെ പൊക്കിയിരിക്കുവാണ്. സത്യം പറ, ആരാ നീ പറഞ്ഞ വേദന ഇല്ലാതെ ഞാൻ നിന്റെ കൊല്ലാം, അല്ലെങ്കിൽ വേദന അറിഞ്ഞു തന്നെ നീ ചാവേണ്ടി വരും. എങ്ങനെ നിനക്ക് ഭരിക്കേണ്ടേ? മോൻ പറയാന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ദോക്കി വരും. ഞാൻ നിങ്ങൾ പറഞ്ഞ ഫോൺസ് മൊത്തം കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞു. മാഡം ലിമിന്റെ ഒരു അസിസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാമെന്നും പറഞ്ഞ് ഇവനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ പുറത്തുനിന്ന് ഞാൻ എല്ലാം കേട്ടു, ഇനി മറച്ചു വെക്കേണ്ട കാര്യമില്ല. പാക്സിനാണെങ്കിൽ നീ കറക്റ്റ് സമയത്താ വന്നേ, ഇനി എന്നെ രക്ഷിച്ചോണ്ട് പോടാന്നും പറഞ്ഞുള്ള ഭാവത്തിൽ നിൽക്കുമ്പോൾ നീ അവനല്ലേ ഈ നാദി ഒരു പോലീസാണെന്നും പറഞ്ഞ് ഒരൊറ്റ അടിയിൽ അവന്റെ ബോധം കെടുത്തി വിടും. ഇതേ സമയം ചോയെ കോയിൻ കോൾ ചെയ്ത്
പാക്ജിന്റെ കാര്യം പറയുമ്പോൾ സോറി ഞാൻ ഇത്തിരി ബിസിയാ, ഞാൻ വെക്കേഷനില്ല, ഫിഷിങ്ങിന് വേണ്ടി വന്നിരിക്കുക, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ വേറൊരാളൂടെ ഉണ്ടെന്ന് പറയും. അതായത് ഇവനെ ഫോളോ ചെയ്ത് ഹന അങ്ങോട്ടേക്ക് വന്ന കാര്യം ഇവന് മനസ്സിലായി. അതുകൊണ്ട് ഇവനും വെക്കേഷനിലാണെന്നും പറഞ്ഞ് ഇവൻ അഭിനയിക്കുവാണ്. പാക്ജിനെ എല്ലാവരും കൂടെ വെള്ളത്തിലോട്ട് തള്ളിയിട്ട് കൊല്ലാനാണ് ഉദ്ദേശം. തന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായെന്ന് അവനും മനസ്സിലാകും. എന്തായാലും മരിക്കാൻ ഒരിത്തിരി വെള്ളം തരുമെന്ന് ഇവൻ ചോദിക്കുമ്പോൾ പേടിക്കേണ്ട, നിന്നെ വളരെ ആഴമുള്ള സ്ഥലത്തേക്ക് തന്നെ ഇടാൻ പോകുന്നത്, മോൻ വേണ്ട വെള്ളം മൊത്തം കുടിച്ചോളാൻ വേണ്ടി പറയുവാണ് നോക്കി. ഏത് സമയത്താണ് ഇവന്റെ വാക്കൊക്കെ കേട്ട് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയെന്ന് ചോദിച്ചു നിൽക്കുവാണ് പാക്ജിൻ. എന്റെ ബിസിനസ് മൊത്തം ഇല്ലാതാവാൻ കാരണം ഇവനാ. പെട്ടെന്ന് എന്റെ അക്കൗണ്ട് എല്ലാം കാലിയായി, എന്റെ ആളുകളെല്ലാം ഇവൻ അറസ്റ്റ് ചെയ്തു. വളരെ വൈകിയാണ് ഇവനാണ് അതിനെല്ലാം പിറകിലെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇവനെ ഇപ്പൊ ഇവരെല്ലാവരും കൂടി ഒരു ഡ്രമ്മിനകത്താക്കി ആണി അടിച്ചു വെക്കും. എന്നിട്ട് അവനെ തള്ളിയിടാൻ പോകുന്ന മാഡം ലിമ്മിനെ സ്റ്റോപ്പ് ചെയ്ത്, നീ അത് ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം, നിന്റെ മനോഹരവും നിഷ്കളങ്കവുമായ കണ്ണുകൾ ഇങ്ങനെ ഒരു ദൃശ്യം കാണാൻ പാടില്ല എന്നും പറഞ്ഞ് മാഡം ലിമ്മിന്റെ കണ്ണ് മൂടി വെച്ച് പാക്ജിനെ നോക്കി വെള്ളത്തിലോട്ട് തള്ളിയിടും. പക്ഷെ ഇവനെ രക്ഷിക്കാൻ വേണ്ടി ചോയെ നോക്കി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ കറക്റ്റ് സമയത്ത് പാക്ജിനെ രക്ഷിക്കുകയും ചെയ്തു. ഇതെന്റെ അവസാനത്തെ വർക്കായിരുന്നു, ഇനി ഒരു പണിക്ക് നിങ്ങൾ എന്നെ നോക്കണ്ട, ഒരിത്തിരി വെള്ളം ചോദിപ്പിച്ചതിന് അവരെന്നെ കടലിലെ വെള്ളം മൊത്തം കുടിപ്പിച്ച് എന്നും പറഞ്ഞ് പാക്ജി നിലവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, എടാ അതിനല്ലേടാ നിന്നെ ഞാൻ വന്ന് കറക്റ്റ് സമയത്ത് രക്ഷിച്ചില്ലേ എന്ന് ചോദിക്കുവാണ് ചോയ്. ഇവിടെ അതേസമയം ഗോയൻ ആണെങ്കിൽ മാഡം ലിമ്മിന്റെ അക്കൗണ്ട് നമ്പറെല്ലാം പൊക്കിയിട്ടുണ്ടായിരുന്നു. മാഡം ലിമ്മും തോക്കിയും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവാണ്. കിട്ടിയ സമയം മൊത്തം മാഡം ലിമ്മിന് ഓരോന്ന് പറഞ്ഞ് തോക്കി കയ്യിലെടുക്കുന്നുണ്ട്. പതുക്കെ മാഡം ലിമ്മും തോക്കിയിൽ വീഴുന്നുണ്ട്. ഇവിടെ ഹന ഇപ്പോഴും തോക്കിയും കൂട്ടരും വെക്കേഷനിലാണെന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ്. എന്നിവിടെ ഒന്നും അവരെ കാണുന്നില്ല എന്ന് അസിസ്റ്റന്റിനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ദോക്കി ഉൾപ്പെടെ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവള് പിറകെ ഉണ്ടെന്ന കാര്യം പറഞ്ഞ് എല്ലാവരെയും അങ്ങോട്ടേക്ക് വരുത്തിയത് ചോയാണ്. ഇവള് നമ്മുടെ പിറകെ ഇവിടം വരെ വന്നിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് കാര്യമായിട്ട് എന്തോ അറിയാം. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇവര് ദോക്കിയോട് ചോദിക്കുമ്പോൾ, എന്ത് ചെയ്യാനാ, നമുക്ക് ഓടി രക്ഷപ്പെടണം, മാഡം ലിമ്മിനെ വിറ്റ് നമുക്ക് വേഗം രക്ഷപ്പെടാം. എന്നാൽ അതിന് അവരുടെ അക്കൗണ്ടിന്റെ പാസ്വേഡ് ഇതുവരെ കിട്ടിയില്ലല്ലോ, പാസ്വേഡും കൂടെയല്ലേ കിട്ടാനുള്ളൂ, അത് നമുക്ക് നാളെ ശരിയാക്കാന്ന് പറയും. രാവിലെ തന്നെ ഹന ദോക്കിയെ പിന്തുടർന്ന് ചെല്ലുന്നുണ്ട്. ഇവള് പിറകെയുള്ള കാര്യം ദോക്കിക്ക് പറയാം. ഇവനെ പിന്തുടർന്ന് ഇവളൊരു റെസ്റ്റോറന്റിലോട്ടാണ് കയറി ചെല്ലുന്നത്. അവിടെ കാണുന്ന മാഡം ലിമ്മിന് ഇവന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യമൊന്ന് ഷോക്കാവുന്ന മാഡം ലിമ്മ് ഇല്ല കണ്ടിട്ടില്ല എന്ന് പറയും. എന്നിട്ട് പിറകെ ഒളിച്ചിരിക്കുന്ന ദോക്കിയുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴായിരിക്കും ദോക്കിയുടെ അടുത്ത് നിന്നും ഷോയ് ഇറങ്ങി പോകുന്ന കാര്യം കാണുന്നത്. അയാൾ ആരാന്ന് ചോദിക്കുമ്പോൾ അയാൾ ഒരു ബോട്ടിന്റെ ഓണറാണ്, എന്നെ ഇവിടെ നിന്നും കടത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നാളെ പോവും, ആ പ്രോസിക്യൂട്ടർ പെണ്ണിന്റെ പിന്നാലെ ഉണ്ട്, എന്നാൽ നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് പോവാനും തോന്നുന്നില്ല, നീ എന്നെ സങ്കടപ്പെടുത്തല്ലേ എന്നും പറഞ്ഞു പോകും. മാഡം ലിമ്മിനും തന്റെ ക്രഷിനെ വിട്ടുപിരിയുന്നതിലുള്ളൊരു വിഷമമുണ്ട്. ഈ സമയം മാഡം ലിമ്മിന്റെ ഫോണിലോട്ട് ആരോ അക്കൗണ്ടിന്റെ ഇൻകറക്റ്റ് പാസ്വേഡ് 5 തവണ അടിച്ചു കൊടുത്തിട്ടുണ്ട്, ബാങ്കിനെ വിസിറ്റ് ചെയ്യാൻ പറഞ്ഞൊരു മെസ്സേജ് വരുന്നു. ആരോ തന്റെ അക്കൗണ്ട് വെച്ച് കളിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്ന മാഡം ലിമ്മ് നേരെ ബാങ്കിലേക്ക് വരും. ആ സമയം ബാങ്കിൽ അവിടെ ദോക്കി ഉണ്ടായിരുന്നു. തനിക്ക് നാളെ പോകണമെങ്കിൽ ആ ബോട്ടിന്റെ ഉടമയ്ക്ക് കുറച്ച് പൈസ കൊടുക്കണം, ഞാൻ അതെടുക്കാൻ വന്നതാ, ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം, അതുവരെ നീ എന്റെ ഈ ബാഗ് ഒന്ന് നോക്കാൻ പറഞ്ഞ് ഇവൻ ബാത്റൂമിലോട്ട് അങ്ങ് പോകും. മാഡം ലിമ്മ് ചെന്ന് അവരുടെ പിൻ നമ്പർ ശരിയാക്കുകയും ചെയ്യും. അങ്ങനെ ഇപ്പൊ എടുത്ത പൈസ മാഡം ലിമ്മിന്റെ കൂടെ വന്ന് ദോക്കി ഒരു ലോക്കറിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അത് ആ ബോട്ട് ഉടമ എടുത്തോളൂ എന്നും പറഞ്ഞു. അങ്ങനെ ഇവളോട് യാത്ര പറഞ്ഞ് ദോക്കി പോവാണ്. പോകുന്നതിന് മുമ്പ് ഇവളുടെ ഫോൺ വാങ്ങി അതിൽ തന്റെ നമ്പറെല്ലാം സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തന്റെ പ്രിയതമനെ വിട്ടുപിരിയാനായിട്ട് മാഡം ലിമ്മിനും തോന്നുന്നില്ല. കട്ടാകുമ്പോൾ മാഡം ലിമ്മിന്റെ എംപ്ലോയീസ് ഒക്കെ വന്ന് അവരോട് ഭയങ്കര ദേഷ്യപ്പെടുവാണ്. ഇപ്രാവശ്യത്തെ സാലറി ഇടാനൊന്ന് വൈകി, അതാണ് പ്രശ്നം, കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ ട്രാൻസ്ഫർ ചെയ്യാന്നും പറഞ്ഞ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ പിൻ നമ്പർ വീണ്ടും അടിക്കാൻ പറ്റുന്നില്ല. ദേഷ്യത്തിൽ നേരെ ബാങ്കിലോട്ട് ചെന്ന് ആരോ കാര്യമായിട്ട് തന്റെ അക്കൗണ്ട് വെച്ച് കളിക്കുന്നുണ്ട്. തനിക്കത് ഇപ്പൊ അറിയണമെന്ന് പറയുമ്പോഴാണ് ആ ബാങ്കിലെ ലേഡി മാഡം ലിമ്മിന്റെ അക്കൗണ്ട് ഒന്ന് നോക്കുന്നത്. $3 മില്യൺ ഉണ്ടായിരുന്ന ആ അക്കൗണ്ടിൽ ഇപ്പോൾ 0 ബാലൻസ് ആണുള്ളത്. അത് അറിയുന്നതും മാഡം ലിമ്മ് ദേഷ്യത്തിൽ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. തങ്ങളുടെ സാലറി എവിടെയെന്നും ചോദിച്ച് വർക്കേഴ്സ് വിളിക്കുമ്പോൾ തന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ മൊത്തം പോയ കാര്യം പറയുവാണ് മാഡം ലിം. എല്ലാം പോയെന്നും പറഞ്ഞ് തളർന്നിരിക്കുമ്പോഴാണ് ആ ഒരു കാര്യം ഓർമ്മ വരുന്നത്. എന്റെ അക്കൗണ്ടിലുള്ള പൈസ എല്ലാം പെട്ടെന്ന് പോയി, എന്റെ ആളുകളെല്ലാം ആ പോലീസുകാർ അറസ്റ്റ് ചെയ്തു എന്ന് ദോക്കി പറഞ്ഞ കാര്യം. മാഡം ലിമ്മ് പെട്ടെന്ന് തന്നെ ദോക്കി വിളിച്ച്, നീ എവിടെയുള്ളേ, എന്റെ അക്കൗണ്ടിൽ നിന്നും പൈസ പോയി, പോലീസുകാർ എന്റെ പിറകെ ഉണ്ടെന്ന് തോന്നുന്നു, നീ ബോട്ടൊന്ന് തിരിച്ചയക്കോ, ഞാനും വരാന്ന് പറയും. നിന്റെ അടുത്ത് ബോട്ടിന് കൊടുക്കാൻ പൈസ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ താൻ ശരിയാക്കാന്നും പറഞ്ഞ് വേറെ ഏതോ ഒരു അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പൈസ മൊത്തം കൂടെ എടുത്ത് ആ ബോട്ട് ഉടമയ്ക്ക് വേണ്ടി ലോക്കറിൽ കൊണ്ടുപോയി വെക്കും. ശേഷം അവിടേക്ക് വരുന്ന ബോട്ടിൽ കയറുമ്പോഴാണെങ്കിൽ ഇവള് മുങ്ങുന്ന വിവരം നേരത്തെ അറിഞ്ഞ ഇവളുടെ അസിസ്റ്റന്റുമാര് മൊത്തം അതിനകത്തുണ്ട്. അവരാണെങ്കിൽ ഇപ്പൊ പൈസയ്ക്ക് കിടന്ന് പരസ്പരം അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് നോക്കിയാൽ മാഡം ലിമ്മിന്റെ അക്കൗണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് പിന്നടിച്ച് ഇൻകറക്റ്റ് ആക്കി ഇവരെ ബാങ്കിലോട്ട് വരുത്തിപ്പിച്ചത് ഗോയൻ ആണ്. ബാങ്കിലെത്തിയവർക്ക് നോക്കാൻ വേണ്ടി തന്റെ ബാഗ് നോക്കിയേപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലൊരു ഹിഡൻ ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറ വഴി പുതിയ പിൻവേർഡ് ഗോയൻ മനസ്സിലാക്കി. അങ്ങനെയാണ് പൈസ മൊത്തവും കൂടെ ഇവര് കൈക്കലാക്കിയത്. തന്റെ നമ്പർ സേവ് ചെയ്യാനെന്ന രീതിയിൽ മാഡം ലിമ്മിന്റെ ഫോൺ വാങ്ങി നോക്കി ആ നോട്ടിഫിക്കേഷൻ സഹിതം അതങ്ങ് ഡിലീറ്റ് ആക്കി കളയുമായിരുന്നു. ഇപ്പൊ ബോട്ടിലെല്ലാം പോയെന്നും പറഞ്ഞു നിൽക്കുന്ന മാഡം ലിമ്മിന്റെ അടുത്തേക്ക് നോക്കി വരും. ഇവനെ കണ്ട സംശയത്തില് നീ ആയിരുന്നു ഇതിനെല്ലാം പിറകിലെന്ന് മാഡം ലിമ്മ് ചോദിക്കുമ്പോൾ ഇതിനെല്ലാം പിറകിൽ താനായിരുന്നു എന്ന കാര്യം പറയുവാണ് നോക്കി. ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിച്ചു എന്ന് വരും പറയുമ്പോൾ, നീ പറ്റിക്കുന്ന ജനങ്ങളും നിന്നെ വിശ്വസിച്ചിട്ട് തന്നെയല്ലേ ഈ പൈസയൊക്കെ തരുന്നത്, അവർക്കും ഇതേ വേദന തന്നെയാണുള്ളത് എന്ന് ഇവൻ ചതിച്ചെന്നറിഞ്ഞിട്ടും മാഡം ലിമ്മിന് അവനോടുള്ള സ്നേഹത്തിനൊരു കുറവുമില്ല. ഞാൻ നിന്നെ എന്റെ പുരുഷനായിട്ടാണ് കണ്ടത്, അതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുമില്ല,
നീ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് സത്യമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഒന്നും തന്നെ സത്യമല്ലായിരുന്നു എന്ന കാര്യം പറയുവാണ് നോക്കി. ഇതേ സമയം ഇവർക്ക് കിട്ടിയ പൈസ നഷ്ടപ്പെട്ട ആളുകളുടെ അക്കൗണ്ടിലോട്ടായിട്ട് ഗോയിൻ ട്രാൻസ്ഫർ ചെയ്യും. കട്ടാകുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്ന സങ്ജുള നേരെ വരുന്നത് സംഗ്മിയുടെ അടുത്തേക്കാണ്. എന്നാൽ സംഗ്മിയുടെ അടുത്ത് നിന്നും ദോചുള മരിച്ചുപോയി എന്ന കാര്യം സങ്ജുള അറിയും. അവൻ മരിച്ചുപോയെന്നോ? അവന്റെ രോമത്തിൽ പോലും തുടരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നും ചോദിച്ചപ്പോൾ സങ്ജുള ദേഷ്യപ്പെടുമ്പോൾ ഞാൻ ഓൾറെഡി തന്റെ ഫൗണ്ടേഷനിലോട്ട് പൈസ ഡൊണേറ്റ് ചെയ്തു, തന്റെ ജീവൻ രക്ഷിച്ചു, അപ്പോ ഇതെങ്കിലും എനിക്ക് ചെയ്യാം. ഇതേ സമയം ഇവിടെ പോലീസുകാർക്കാണെങ്കിൽ പൈസ തട്ടിപ്പ് നടത്തുന്നവരുടെ ലൊക്കേഷൻ കിട്ടി അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും അവിടെ ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്ന മാഡലിം ഉൾപ്പെടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അവര് പൈസ എടുത്ത് മുങ്ങിയെന്ന് തോന്നിയെന്ന് പറഞ്ഞ് പോലീസുകാർ നിൽക്കുമ്പോൾ അപ്പൊ അവരെയും കാണാണ്ട് പോയില്ലെന്നും പറഞ്ഞ് എന്തൊക്കെയോ മനസ്സിലാക്കി ഹന നിൽക്കുവാണ്. അങ്ങനെ ഒരു ചാപ്റ്ററും കൂടെ അവസാനിക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. കഥ എൻഡിങ്ങിലോട്ട് അടുക്കുമ്പോൾ ദോക്കിയെ ഹന പൊക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.